യേശുക്രിസ്തുവിൻ്റെ വരവ് എന്തുകൊണ്ട് ഇത്രയും താമസിക്കുന്നു എന്നുള്ളൊരു വിഷയമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഏകദേശം 2000 വർഷങ്ങളാകുന്നു യേശു പറഞ്ഞിട്ട് ഞാൻ മടങ്ങി വരുമെന്ന്. ഇതുവരെയും യേശു കർത്താവ് വന്നിട്ടില്ല. ഇതിനോടകം എത്രയോ കൂട്ടങ്ങൾ യേശു ഇപ്പോൾ വരും എന്ന് പ്രതീക്ഷിച്ച് യേശുക്രിസ്തുവിൻ്റെ വരവ് എത്രയും നല്ല ഗ്രാൻഡ് ആക്കണം, അതായത് അത് വരുന്ന സമയത്ത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയും അങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അത് ഏറ്റവും ആഘോഷമാക്കുന്നതിന് വേണ്ടിയും ഇതുവരെയും കാത്തിരുന്നവർ അനേകരാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി, ഇന്നും യേശു കർത്താവ് ഈ ഭൂമിയിൽ രണ്ടാമത് വന്നിട്ടില്ല. അതെ, രാജാതിരാജാവും കർത്താവുമായി ഈ ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നതിനു വേണ്ടി യേശു ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അത് വരികയാണെങ്കിൽ, ആ സംഭവം നടക്കുകയാണെങ്കിൽ ഈ ലോകം ഇങ്ങനെ ആയിരിക്കുകയില്ല. അത് ഒരിക്കലും ഒരു മനുഷ്യനും മിസ് ചെയ്യുന്ന ഒരു സംഭവമല്ല. യേശുക്രിസ്തുവിൻ്റെ വരവിൽ പ്രത്യാശയുള്ളവരും യേശുക്രിസ്തുവിൻ്റെ വരവിൽ വിശ്വസിക്കാത്തവരും ഒരുപോലെ എല്ലാ രാജ്യങ്ങളും ഈ ഭൂമിയുടെ തന്നെ മുഴുവൻ ചരിത്രവും കഥയും അതിൻ്റെ അപ്പിയറൻസും മാറുന്ന ഒരു മഹാസംഭവമായിരിക്കും യേശുക്രിസ്തുവിൻ്റെ ആ പുനരാഗമനം എന്ന് പറയുന്ന വിഷയം. യേശു കർത്താവ് ഈ ഭൂമിയിൽ വരുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത്. എന്നാൽ സത്യം എന്ന് പറയുന്നത്, യേശു കർത്താവ് താൻ വരും എന്ന് പറഞ്ഞതുപോലെ യേശു കർത്താവ് ഈ ഭൂമിയിൽ ഇതുവരെയും വന്നിട്ടില്ല. രാജാതിരാജാവായി കർത്താവായി ഈ ഭൂമിയെ ഭരിക്കുന്നതിനു വേണ്ടി യേശു ഭരണം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായ സംഭവമാണ്. ഇപ്പോൾ നമ്മളോടാണെങ്കിലും ഒരാൾ വരാമെന്ന് പറഞ്ഞതിന് ശേഷം വന്നില്ല എങ്കിൽ താമസിക്കുന്ന സമയത്ത് ഒത്തിരി ഊഹാപോഹങ്ങൾ ഉണ്ടാകും, റൂമേഴ്സ് ഉണ്ടാകും. അനേകർ നിരാശരായി പോകും, അനേകർ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകും. ആ ഒരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും അനേകർ പിൻവാങ്ങും എന്നുള്ളതൊക്കെ സത്യമാണ്. ചിലർ ഇങ്ങനൊരു വരവ് നടക്കുമോ എന്നുള്ളതിനെ ചൊല്ലി ചോദ്യം ചെയ്യുന്ന അവസ്ഥയിൽ വരെ വരും. എന്നാൽ യേശു കർത്താവിൻ്റെ ആ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ആ ഒരു ആൻറ്റിസിപ്പേഷൻ നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ തന്നെ നമുക്ക് ലഭ്യമാകുന്ന യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു കണക്ഷൻ, അതെ, യേശു ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഉറപ്പ്, അത് മിസ്സ് ചെയ്യുവാനുള്ള സാധ്യത എനിക്കില്ല എന്നുള്ള ആ രക്ഷയുടെ ഉറപ്പ്, അതിൻ്റെ മേലുള്ളൊരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത്, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വളരെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ജീവിതശൈലിയാണ് താനും. ഇങ്ങനെ പറയുന്നവരെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നാൽ ഞാനത് മിസ്സ് ചെയ്യുകയില്ല, കാരണം യേശു കർത്താവിൻ്റെ വരവ് എന്നെ എടുക്കാതെ യേശു കർത്താവിന് പോകാൻ പറ്റുകയില്ല എന്ന് വരെ പറഞ്ഞുകൊണ്ട് ആ ഒരു വരവിൻ്റെ പ്രത്യാശയിലും ആ യേശു കർത്താവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലും ആ ഒരു കണക്ഷനിലും അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന അനേക വിശ്വാസികൾ ഈ ഭൂമിയിലുണ്ട് എന്നുള്ളതും വളരെ വസ്തുത ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോസ്തലനായ പത്രോസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെ ഉള്ള ഒരു താമസം നേരിടുന്ന സമയത്ത് ഇതിനെ അനേകർ ചോദ്യം ചെയ്യുവാൻ തുടങ്ങും എന്നുള്ളത് തന്നെയാണ്. 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലതും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. വളരെ വ്യക്തമാണ്. അതായത് എവിടെയാണ് യേശു ക്രിസ്തു, അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് പറഞ്ഞതുകൊണ്ട് പരിഹാസികൾ ഉണ്ടാകുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികളുടെ ഒരു കൂട്ടം ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നും വളരെ വ്യക്തമാണ്. എവിടെയാണ് യേശു വരികയാണെങ്കിൽ പിതാക്കന്മാരോടൊക്കെ പറഞ്ഞ വാഗ്ദത്തം ഇവിടെ ഇത്രയും നാളായല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ വിശ്വസിക്കുന്നവരെ പരിഹസിക്കുകയും അവരുടെ സ്വന്തം മോഹങ്ങളിൽ നടക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ ഈ ഭൂമിയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞത് അപ്പോസ്തലനായ പത്രോസ് വളരെ വ്യക്തമായി അത് നമ്മളോട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോട് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു താമസം അവിടെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്നും ആ താമസം ഉണ്ടാകുന്ന സമയത്ത് മനുഷ്യരുടെ ഉള്ളിൽ കടന്നു പോകുവാൻ സാധ്യതയുള്ള ആ ഒരു ചിന്തകളെക്കുറിച്ച് പോലും ദൈവത്തിൻ്റെ ആത്മാവ് ആ 1-ാമത്തെ നൂറ്റാണ്ടിൽ തന്നെ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അതേ വചനം എഴുതിയ കാലഘട്ടത്തിൽ തന്നെ വളരെ വ്യക്തമായി മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ് യേശു കർത്താവ് മടങ്ങി വരും എന്നുള്ളത്. മടങ്ങി വരുന്നതിൻ്റെ ലൊക്കേഷൻ പോലും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് പോയതുപോലെ തന്നെ മടങ്ങി അവിടെ വരും എന്നുള്ളത് പോലും പറഞ്ഞിരിക്കുകയാണ്. വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രവചനമാണ്, സന്ദേശമാണ്. അതേസമയം തന്നെ എഴുതി വച്ചിരിക്കുകയാണ്, ഇതിനൊരു ഡിലേ ഉണ്ടാകുകയാണെങ്കിൽ ഡിലേ ഉണ്ടാകും. എവിടെയാണ് യേശു, വാഗ്ദത്തം എവിടെ, അവൻ്റെ അപ്പിയറൻസ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് പരിഹാസികൾ ഉണ്ടാകും എന്നും അതേ ബൈബിളിൽ തന്നെ അതേ കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകത്തിൽ തന്നെ അപ്പോസ്തലനായ പത്രോസ് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതും, കാലതാമസം എന്ന് പറയുന്നൊരു കാര്യം ഇതിൻ്റെ പുറകിൽ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സൂചന തന്നെയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധ്യമായി തീരുന്നത്.
വിശ്വാസ പ്രമാണങ്ങളും എല്ലാം യേശു കർത്താവിൻ്റെ വരവിനെ ഏറ്റുപറയുന്നതാണ്. കാന്താ താമസം എന്തഹോ എന്നൊക്കെയുള്ള തുടങ്ങിയ പാട്ടുകൾ അനേക ദൈവഭക്തന്മാർ പാടിയിട്ടുണ്ട്. അനേകർ ഹൃദയത്തിൽ അവർ ആ കർത്താവിൻ്റെ വരവ് എങ്ങനെയെങ്കിലും ഒന്ന് നടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചുപോയ, അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട എത്രയോ വിശുദ്ധന്മാർ എത്രയോ പാട്ടുകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, അവരുടെ ജീവിത അനുഭവങ്ങളിലൂടെ അവർ നിലവിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ കാംക്ഷിച്ചുകൊണ്ട് എഴുതിയ എത്രയോ പുസ്തകങ്ങളാണ് ഈ ഭൂമിയിലുള്ള, എത്രയോ പാട്ടുകളും സന്ദേശങ്ങളുമാണ് ഈ ഭൂമിയിലുള്ളത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശു കർത്താവിൻ്റെ വരവ് എന്തുകൊണ്ട് താമസിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോസ്തലനായ പത്രോസ് അദ്ദേഹത്തിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ ഇതിനെ ചോദ്യം ചെയ്യുന്നവരുടെ ഒരു തലമുറയിൽ തന്നെ അവരോടുള്ളൊരു ഉത്തരമായിട്ട് ദൈവദാസൻ എഴുതിയത് ഇങ്ങനെയാണ്: എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ടൈം എന്ന് പറയുന്നത് 2000 വർഷം കടന്നു പോയെങ്കിലും ആ 2000 വർഷം അത് ഒരു ദിവസം പോലെ, അല്ലെ 2 ദിവസം പോലെ മാത്രം ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. മനുഷ്യർക്കാണ് കാലാവധിയുള്ളത്, സമയമുള്ളത്. നിത്യനായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, നിത്യതയിൽ ജീവിക്കുന്ന ദൈവത്തെ സംബന്ധിച്ചിടത്തോളം 2000 വർഷം 2 ദിവസം പോലെ എന്നുള്ളത് മാത്രമാണ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എന്നാൽ എന്തുകൊണ്ട് ഇത്രയും താമസിക്കുന്നു എന്ന് ചോദിക്കുന്നതിൻ്റെ ഉത്തരമായി, ഒന്നാമത്തെ ഉത്തരമായി നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്: ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അപ്പോൾ ചിലർ പറയുകയാണ് ഇത് താമസിച്ചു പോയി എന്ന് പറയുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് താമസിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം ഇങ്ങനെയാണ്: ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തി എഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. വളരെ വ്യക്തമായ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ നമ്മളോട് പറയുകയാണ്, നാം നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും താമസിക്കുന്നത്. നാം നശിച്ചു പോകാതിരിക്കുക മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ഒരു മാനസാന്തരം ഉണ്ടാകണം, റിപ്പൻറ്റൻസ് ഉണ്ടാകണം. അതുമാത്രമല്ല, ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ഒരു കുറവായിട്ടല്ല നമ്മളിവിടെ തന്നെ കാണേണ്ടത്. താമസിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ മാറ്റി എന്നുള്ളതല്ല പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ മഹനീയമായ മറ്റൊരു സ്വഭാവം ഇവിടെ റിവീലാവുകയാണ്. ദീർഘക്ഷമ എന്ന് പറയുന്നൊരു സ്വഭാവം. ഇത്രയും ദീർഘമായി ഒരു മനുഷ്യനോട്, മനുഷ്യജാതിയോട് ക്ഷമിച്ചും ദീർഘക്ഷമയോടുകൂടെ നിൽക്കുന്ന ഒരു ദൈവം. എത്ര മനോഹരമായിട്ടുള്ള, മനസ്സിലാക്കുവാൻ ലളിതമായിട്ടുള്ളൊരു ചിത്രമാണ്. ഒരു വശത്ത് മനുഷ്യർ പറയുകയാണ് എന്തുകൊണ്ട് താമസം, മറുവശത്ത് ദൈവം പറയുകയാണ് ദീർഘക്ഷമയോടുകൂടെ ഞാൻ നോക്കിയിരിക്കുകയാണ്. എന്തിന്? ഈ ഭൂമി രക്ഷിക്കപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ. 1-ാമത്തെ നൂറ്റാണ്ടിൽ യേശു കർത്താവ് വന്നു എന്നിരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്കാർക്കും ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ വേറൊരു മാർഗവുമില്ല. കാരണം യേശു കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ കഥ തീരുകയാണ്, ചരിത്രം തീരുകയാണ്, സംഭവങ്ങൾ പരിപൂർണമായും അവസാനിക്കുകയാണ്. പിന്നെ യേശു കർത്താവിൻ്റെ റൂളാണ്. എന്നാൽ അതിനുശേഷം ജനിക്കുവാനിരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ യേശു ക്രിസ്തുവിനോടുകൂടെ വാഴുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമായിരുന്നു. എന്നാൽ ദൈവം ദീർഘക്ഷമ കാണിച്ചതുകൊണ്ട് യേശു ക്രിസ്തുവിനോടുകൂടെ വാഴുന്നതിന് വേണ്ടി, മനുഷ്യരായി ഈ ഭൂമിയിൽ പിറക്കുവാനും യേശു കർത്താവിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു വലിയ മഹാഭാഗ്യം ലഭ്യമായതിനാൽ നമ്മൾ യേശു കർത്താവിൻ്റെ വരവ് താമസിച്ചു എന്നുള്ളതിനെ ഓർത്ത് നമ്മൾ സന്തോഷിക്കണം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ദീർഘക്ഷമ എന്ന് പറയുന്ന സ്വഭാവത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു സ്വഭാവമായി നമ്മൾ തിരഞ്ഞെടുക്കണം എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് 1-ാമത്തെ കാരണമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. 1-ാമത്തെ കാരണം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മൾ രക്ഷിക്കപ്പെടുവാനാണ്. 2-ാമത്തെ കാരണം അതിനോട് ചേർന്നിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ മഹനീയമായ അളവില്ലാത്ത ക്ഷമയെ കാണിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ക്ഷമ. 2000 വർഷമായി ദൈവം ഹ്യൂമനെ, അല്ലെങ്കിൽ മാനവജാതിയെ, ഹ്യൂമൻ കൈൻഡിനെ ദൈവം ക്ഷമിക്കുകയാണ്. ദീർഘമായി നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവസാനമായി ഒരാളും കൂടെ ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുണ്ട് എങ്കിൽ എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടെ യേശു കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ 2-ാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇറ്റ് റിവീൽസ് ഗോഡ്സ് ലോങ് സഫറിങ്. ഇത് ദൈവത്തിൻ്റെ മനസ്സ് മാറി എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ മൈൻഡ് ചേഞ്ച് ചെയ്തു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ദൈവം ദീർഘക്ഷമ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ദീർഘക്ഷമയുള്ള ദൈവത്തിൻ്റെ ആ സ്വഭാവം ഈ 2000 വർഷമായി മാനവജാതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപിൽ മാനവജാതി പല പ്രാവശ്യം ദൈവസന്നിധിയിൽ റിബല്യസായ സമയത്ത്, മത്സരിച്ച സമയത്ത് എത്രയോ പ്രാവശ്യം യേശു കർത്താവിന് നമ്മളുടെ എല്ലാ കാര്യവും നിർത്തി ഈ ഭൂമിയിൽ തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാമായിരുന്നു. എന്നാൽ ദൈവം അത് ചെയ്യാഞ്ഞതിൻ്റെ കാരണമെന്ന് പറയുന്നത് വല്ല വിധേനയും കുറേ പേർ കൂടെ ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ എന്നുള്ളത് തന്നെയാണ്, നശിച്ചു പോകാതിരിക്കട്ടെ എന്നുള്ള ആ ഒരൊറ്റ കാരണത്താൽ തന്നെയാണ്.
മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വയൽ പൂർണ്ണമായും വിളഞ്ഞില്ല എന്നുള്ളതാണ്. ലോകമെന്ന് പറയുന്നത് ഒരു വലിയ വയലാണ്. ഈ വയലിൽ നടക്കുവാൻ പോകുന്നത് അവസാനമായിട്ടുള്ള ഒരു കൊയ്ത്താണ്. അതിനകത്ത് എല്ലാവരുമുണ്ട്. അതിനകത്ത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, വിശ്വസിക്കാത്തവർ, വിഗ്രഹാരാധികൾ, അങ്ങനെ എല്ലാ ദോഷം പ്രവർത്തിക്കുന്ന സകലരുമുള്ള ഈ വലിയൊരു വയൽ, ഇത് വിളഞ്ഞു കിടക്കുന്നൊരു വയലായിട്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഈ വയൽ പരിപൂർണമായും അതിൻ്റെ വിളവിൽ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ തല ഉയർത്ത് നോക്കുകയാണെങ്കിൽ കൊയ്ത്ത് വിളഞ്ഞിരിക്കുന്നു. എന്നാൽ ആ ഒരു വിളവിനെ അത് പരിപൂർണതയിലേക്ക് വരുന്നതിനു വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. മനുഷ്യരായ നാം, ഈ ദൈവസ്നേഹം അറിഞ്ഞവരും ഒരു വയലിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മുടെ മുൻപിൽ ഒരു കൊയ്ത്ത് നടക്കുവാനായി പോവുകയാണ്. ലോകം പരിപൂർണമായും അതിൻ്റെ ഫൈനൽ കൊയ്ത്തിനു വേണ്ടിയുള്ള ആ ഒരു വിളവിന് വേണ്ടിയും കൊയ്ത്തിനു വേണ്ടിയും കാത്തിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പേഴ്സണലാണ്. ഞാനാകുന്ന വ്യക്തി, നിങ്ങളാകുന്ന വ്യക്തി വ്യക്തിപരമായി ഈ രാജ്യത്തിൽ യേശുക്രിസ്തുവിനോടുകൂടെ നിത്യമായി വാഴണം എന്നുള്ള പദ്ധതി ഉള്ളതുകൊണ്ട് നമുക്ക് വേണ്ടിയും കൂടിയാണ്, എനിക്ക് വേണ്ടിയും കൂടിയാണ് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ കർത്താവ് വന്നു കഴിഞ്ഞാൽ എല്ലാം തീരുകയാണ്. പിന്നീട് അതിനുള്ളിലേക്ക് ആർക്കും പ്രവേശിക്കുവാൻ സാധ്യമാവുകയില്ല. എന്നാൽ എന്നെ പ്രതി, നിങ്ങളെ പ്രതി ഈ ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ഒരു പ്രവേശനം ഉണ്ടാകുന്നതിന് വേണ്ടി വളരെ വ്യക്തിപരമായി നമുക്ക് ഇതിനെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സഭ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദൈവസഭയോട് ദൈവം ഒരു വലിയ മഹാനിയോഗം നൽകിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പീൻ എന്നുള്ളൊരു മഹാനിയോഗം. ആ മഹാനിയോഗത്തിൻ്റെ പൂർത്തീകരണം അതിലേക്ക് വരുമ്പോൾ മാത്രമേ ആ യേശു കർത്താവിൻ്റെ വരവും സാധ്യമാവുകയുള്ളൂ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടിയുണ്ട്. എന്നാൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവിൻ എന്നുള്ളതാണ്. സഭയുടെ മഹാനിയോഗം എന്ന് പറയുന്ന ആ കാര്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് സഭ എത്തിച്ചേരുന്നില്ല, അല്ലെങ്കിൽ ഇതുവരെയും അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ നമ്മൾ യേശു കർത്താവിൻ്റെ വരവിൻ്റെ താമസത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആറാമത്തെ കാരണം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ മഹത്വപ്രത്യക്ഷത നടക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നടക്കുന്ന ഒരു സംഭാഷണമായി നമ്മൾ കാണുന്നതാണ്. അത് ഇതുവരെ നടക്കാത്തൊരു സംഭാഷണമാണ്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ മഹാപീഡനത്തിലൂടെ കടന്നുപോയി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ആത്മാക്കൾ അവിടെ നിന്നുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇത്രയും താമസിക്കുന്നു? അതിൻ്റെ ഉത്തരമായി ദൈവത്തിൻ്റെ വചനം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ്റെ കീഴിൽ കണ്ടു. വിശുദ്ധന് സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയെങ്കി കൊടുത്തു. അവരെപ്പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. ഈ ഭൂമിയിൽ ദൈവം ചിലരെ കണ്ടുവച്ചിട്ടുണ്ട്. അവർ വന്ന് തികയുവോളം, അവരുടെ ആ സംഖ്യ തികയുവോളം ഈ ഭൂമിയിൽ ഇനിയും കർത്താവിൻ്റെ സാക്ഷി നിമിത്തം കഷ്ടപ്പെടുന്നവരുണ്ട്. അവരും കൂടെ നിങ്ങളോട് ചേരുന്നിടം വരെയും നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. ഈ ഭൂമി മുഴുവനും കാത്തിരിക്കുകയാണ്. എന്നാൽ ദൈവം തൻ്റെ രാജ്യത്തിലേക്ക് ചിലരെയും കൂടെ ചേർക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ആ കരുണയോടുകൂടെ കർത്താവ് ഈ ഭൂമിയോട് ഇടപെടുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത കാരണമാണ്. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് കാലസമ്പൂർണ്ണത എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കാലം എന്ന് പറയുന്ന ഈ ലോകത്തിൻ്റെ കാലത്തിൻ്റെ ഒരു കണക്കുണ്ട്, ഈ ടൈമിൻ്റെ ഒരു കണക്കുണ്ട്. അതിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കാലസമ്പൂർണ്ണതയിലാണ് യേശു കർത്താവ് ആദ്യം ഈ ഭൂമിയിൽ വന്നത്. എന്നാൽ കാലസമ്പൂർണ്ണതയിൽ മാത്രമേ യേശു കർത്താവ് രണ്ടാമതും ഈ ഭൂമിയിൽ വരികയുള്ളൂ. ദൈവത്തിൻ്റെ ചില കണക്കുകളുണ്ട്. ഈ കാലം തികയുന്ന ഒരു സമയമുണ്ട്. ആ കാലം തികയുന്ന ആ ഒരു സമയത്തിനു വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. കാലം തികയാതെ കർത്താവ് വരികയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളുടെ ഒരുക്കമാണ്. ലോകരാജ്യങ്ങൾ ഇനിയും ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. ലോക രാജാക്കന്മാർ, സാമ്രാജ്യങ്ങൾ ദൈവം വെച്ചിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ദാനിയേലിൻ്റെ ആ ഒരു ബിംബത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനിയും 10 രാജ്യങ്ങളുടെ ഒരു കോൺഫെഡറേഷൻ വരുന്നതിന് വേണ്ടിയുള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അതുമാത്രമല്ല, പുറപ്പെടുവാനുള്ള എതിർ ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു ഭരണാധികാരിയുടെ വെളിപ്പാട് ഒക്കെയും നമ്മുടെ മുൻപിൽ നടക്കുവാനുള്ള കാര്യം തന്നെയാണ്. യേശു കർത്താവിൻ്റെ
മഹത്വ പ്രത്യക്ഷതയോടെ ബന്ധത്തിൽ ഈ ഭൂമിയിൽ ഇനിയും രാജ്യങ്ങൾ ഒരുങ്ങേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെല്ലാം അതിൻ്റെ അതാത് സ്ഥലങ്ങളിൽ വന്ന് നിലയുറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതെ, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് തന്നെ നമ്മുടെ മുൻപിൽ നടക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ 10 രാജ്യങ്ങളുടെ ഒരു കോൺഫെഡറേഷൻ, ഈ ഭൂമിയിൽ സംയുക്തമായിട്ടുള്ള ഒരു സിസ്റ്റം ഈ ഭൂമിയിൽ വരുമെന്നും അതിനുള്ളിലൂടെ ഒരു എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു രാജാവ് ഈ ഭൂമിയെ ഒരുമിച്ച് വാഴുന്നതിന് വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങൾ അതെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെന്ന് പറയുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായ ഒരു രാജ്യമായിരുന്നു. 1948 മാത്രമാണ് ആ രാജ്യം ഈ ഭൂമിയിൽ അപ്രത്യക്ഷമായ ലോകരാജ്യങ്ങളിലേക്ക് ചെതറിപ്പോയ സ്ഥലങ്ങളിൽ നിന്നും അവരുടെ സ്വന്തം രാജ്യത്തേക്ക് വരുവാനുള്ള അവസരമുണ്ടായത്. ഒരു സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ, ഒരു രാജ്യമായി അവർക്ക് നിൽക്കുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ടായത് 1948 സംഭവിച്ച ആ ഒരു അന്ത്യകാലത്തിൻ്റെ ഇനാഗ്രേഷൻ ഇവൻറ്റ്, അല്ലെങ്കിൽ അവിടെ മുതൽ തുടങ്ങിയ ഒരു അന്ത്യകാലത്തിൻ്റെ കണക്കിൽ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. എന്നാൽ ഇസ്രയേൽ ഇനിയും അവർ ആത്മീയമായും അവർ ദൈവസന്നിധിയിൽ ഒരുങ്ങേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഇസ്രയേലിൻ്റെ ഒരുക്കം ഇതിൻ്റെ ഇടയിൽ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂമിയിൽ എന്തുകൊണ്ട് യേശു കർത്താവിൻ്റെ വരവ് ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കർത്താവ് ദീർഘക്ഷമയോടുകൂടെ കാത്തിരിക്കുകയാണ്. നമ്മൾ ഉൾപ്പെടെ അതിനകത്ത് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഉൾപ്പെടെ ആ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി തയ്യാറാകണം. നമ്മൾ മാത്രമല്ല, ലോകരാജ്യങ്ങൾ, കാലസമ്പൂർണത, ഇസ്രയേലിൻ്റെ ആ ഒരു തികവ്, ജാതികൾ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ, സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നതിന് വേണ്ടിയുണ്ട്. അതേസമയം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്. 1ാമത്തെ കാര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിക്കണം. നമ്മുടെ ഹൃദയത്തിലേക്ക് യേശു കർത്താവിനെ അംഗീകരിക്കണം. യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. യേശു കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ മുൻപിൽ ലക്ഷണങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ അതിനെ വിവേചിച്ച് യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരുന്ന് ഒരുങ്ങി പാർത്തുകൊണ്ട് മറ്റുള്ളവരെ എൻകറേജ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. വളരെ വ്യക്തമായൊരു കാര്യം, യേശു കർത്താവ് വരിക തന്നെ ചെയ്യും. മഹത്വ പ്രത്യക്ഷതയിൽ യേശു കർത്താവിൻ്റെ കാല് ഒലിവുമലയിൽ വെക്കും എന്നുള്ളത് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുവരെയും നാം എന്താണ് ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. അന്നും യേശു കർത്താവ് അതുതന്നെയാണ് പറഞ്ഞത്. 2000 വർഷമായി ഇന്നും യേശു കർത്താവ് അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. ഇതാ ഞാൻ വേഗം വരുന്നു. നമ്മുടെ സ്ഥിതി എന്താണ്? അനീതിയിലാണോ നമ്മൾ ജീവിക്കുന്നത്? തിന്മയിലാണോ നമ്മൾ ജീവിക്കുന്നത്? അഴുക്കിലാണോ നമ്മൾ ജീവിക്കുന്നത്? അതോ നീതിമാൻ എന്നുള്ള നിലയിലാണോ ജീവിക്കുന്നത്? വിശുദ്ധൻ എന്നുള്ള നിലയിലാണോ ജീവിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരെ വിധിക്കുവാനും മറ്റുള്ളവരെ കുറ്റം പറയുവാനും ഉള്ള ഒരു കാലഘട്ടം അതല്ലത്. ഇത് കർത്താവിൻ്റെ വരവിന് വേണ്ടി വ്യക്തിപരമായി ഒരുങ്ങുവാനുള്ള ഒരു കാലഘട്ടം തന്നെയാണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിച്ചെടുക്കുന്ന കാര്യം എന്ന് പറയുന്നത്. കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കട്ടെ. ആ ഒരു ദിവസം നമ്മളത് മിസ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി, വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.